നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്തു പോവില്ലേ, നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരപേക്ഷയുണ്ട്. അതുമാത്രമല്ല ലൈക്ക് ചെയ്യണം. ഞാൻ ഇത്രയും നാൾ അതൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അങ്ങനെ പറയണം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്തിട്ട് എൻ്റെ വീഡിയോയിലേക്ക് ഇരിക്കൂ. കാരണം ഈ വീഡിയോ എന്ന് വെച്ചാൽ മതവിദ്വേഷമൊന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടും. അത്ര നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പലർക്കും ഉള്ളൊരു അഭിപ്രായം എന്ന് വെച്ചാൽ എന്താണ്, ഈ കൂടുതൽ ആളുകളും എന്ന് പറയുന്നില്ല, ചില എന്താണ് എല്ലാത്തിലും ഉണ്ടല്ലോ പറയാനായിട്ട്, പാഷാണത്തിൽ കൃമികൾ എന്നൊക്കെ പറയുന്ന ചില ആളുകൾക്കൊക്കെ ഈ മുസ്ലിം സഹോദരങ്ങളെ കാണുമ്പോൾ എതക്കേടുള്ള ആളുകളുണ്ട്. അത് എല്ലാവരും അല്ല, ചിലർ മാത്രം, ചില ഹിന്ദുക്കളായാലും ചില ക്രിസ്ത്യൻസ് ആയാലും അങ്ങനെയുള്ളവർ മാത്രം. അപ്പോൾ അങ്ങനെയുള്ളവർ പലരും വന്നിട്ട് അവർക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ആരാണ്, ഏതാണ്, എന്താണ് എന്നൊന്നും പറയുന്നില്ല, ആരുടെയും പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. ജിഹാദികളെന്നും അതുപോലെയുള്ള മദ്രസ പൊട്ടന്മാരെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അതിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ചില നമ്മുടെ സഹോദരന്മാരുണ്ട്. നിർഭാഗ്യവശാൽ അവർ ഹൈന്ദവരായി പോയതിലൊരു ദുഃഖമുണ്ട്. ഇവർ എന്താണോ എന്തോ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. പക്ഷെ അവർക്കും പറയാൻ അവരുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ന്യായീകരണങ്ങൾ എന്തുണ്ടായാലും അടച്ചാക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല. ആരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. അത് ഹിന്ദുക്കളെ ആയാലും മുസ്ലിങ്ങളെ ആയാലും ക്രിസ്ത്യാനികളെ ആയാലും അങ്ങനൊന്നും പറയാൻ പാടില്ല. അടച്ചാക്ഷേപിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എന്തായാലും ഇവിടെ ഒരു എന്താണ് പറയുന്നത്, ഒരു വലിയ മനുഷ്യൻ്റെ ഒരു പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇതിപ്പോൾ വളരെ വൈറലായിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും കുറേ ആളുകൾ, ചില കൃമികളൊക്കെ അപ്പോൾ അവിടെ ഇരുന്ന് ഞൊളയും. കൃമികൾ ഞൊളയുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ കൃമികൾ ഇരുന്ന് ഞൊളയിഞ്ഞിട്ട് പറയും എന്താണെന്ന് വെച്ചാൽ, ഏയ് ഇതൊക്കെ വെറുതെ, ഇതൊക്കെ ജിഹാദികളുടെ വെറും നമ്മളെപ്പോലുള്ള ചില സ്ത്രീകളെയും ചില യൂട്യൂബർമാരെയൊക്കെ കയ്യിലെടുക്കാനായിട്ട് ഇവനൊക്കെ കാണിക്കുന്ന വെറും ഊടായ്പാണ് എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്ന നമ്മുടെ പാവം സഹോദരങ്ങളോട് പുച്ഛം മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളൊന്നും ചിലരൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളെ പറഞ്ഞ് തിരുത്താനുള്ള എനർജിയൊന്നും എനിക്കില്ല, അതിനൊട്ട് താല്പര്യം ഇല്ലേം താനും. എന്തായാലും താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഉസ്താദിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കാം. ഉസ്താദ് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും അരോചകമാണ്. അപ്പോൾ അരോചകമുള്ളവരൊക്കെ ദൂരേക്ക് മാറി സൈഡിലേക്ക് അങ്ങ് ഒഴിഞ്ഞിരുന്നാൽ മതി. അഭിപ്രായം പറയാൻ പോലും വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നല്ലത് എവിടെ കണ്ടാലും നല്ലതെന്ന് പറയും. അതാ ഞാൻ, അത്രക്കാരെയാണ് എനിക്കിഷ്ടം. അപ്പോൾ എന്താണ്, ഇതെൻ്റെ ചാനലാണ്. ഇവിടെ വന്നിട്ട് മാന്യമായ രീതിയിൽ, സഭ്യമായ രീതിയിൽ വീഡിയോകൾ ചെയ്യാനുള്ള അവകാശം എനിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അതിനെ ആരെയും ചോദ്യം ചെയ്യാനൊന്നും ഇങ്ങോട്ട് വരണ്ട. താല്പര്യമില്ലാത്തൊരു കാണുകയും വേണ്ട. അപ്പോൾ എന്തായാലും ഞാൻ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ. അയ്യോ ഒരു നിമിഷേ. സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട് അയ്യപ്പന്മാർ. പ്രസാദേട്ടൻ മലക്കോട്ടുണ്ടോ? ഈ വർഷം പോയി. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ഈ മലയ്ക്ക് പോയിട്ട് ഈ കാല് പൊട്ടിയിട്ട് വെള്ള തുണി വെച്ചിട്ട്, ഇതുപോലത്തെ വെള്ള തുണി വെച്ചിട്ട് കാല് കെട്ടിയിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിയിട്ട് അവരോട് നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നോക്കി. അപ്പൊ മലയാളം അറിയുന്നവരൊന്നുമല്ല, ഒരു കർണാടകയിൽ നിന്ന് വരെയാണ്. കർണാടകയിൽ നിന്ന് നടന്ന് കാസർഗോഡ് വഴി എവിടെ പോവാണ്? മലയ്ക്ക് പോവാണ്. അപ്പൊ ഞാൻ നോക്കിയത് അവരുടെ കയ്യില് ലൈവ് ഇടാനുള്ള മൊബൈലോ സ്റ്റാൻഡോ ഒക്കെ ഉണ്ടാകുന്ന നോക്കിയത്. കാരണം എന്താ, നമുക്കിതേ അറിയുള്ളൂ. നമ്മളൊന്ന് മക്കത്ത് പോയാൽ നമ്മളപ്പോഴും തന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഹറമിലെത്തിയിട്ടുണ്ട്, ജിദ്ദയിലെത്തിയിട്ടുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് അല്ലെ. ഒരയ്യപ്പനും ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ട്, ഹലോ ഗൈസ് ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ടെന്ന് ഒരയ്യപ്പനും പറഞ്ഞിട്ടില്ല. ഞാൻ വാവര് പള്ളിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഒരയ്യപ്പനും പറഞ്ഞിട്ടില്ല. അവരുടെ പോക്കും അവരുടെ വസ്ത്രവും അവരുടെ തലയിലിരിക്കുന്ന ആ ഇരുമുടിക്കെട്ടും ഒക്കെ കണ്ടാൽ സത്യത്തില് നമ്മുടെ ചെറുപ്പക്കാരോട് അവരെ മുമ്പ് നിർത്തിയിട്ട് കുറച്ച് വാത് പറയാൻ തോന്നിപ്പോയി. നമുക്കെല്ലാം ഇങ്ങനെ എല്ലാവരെയും കാണിച്ച് പെരുമനടിച്ച് നശിപ്പിക്കലാണ് നമ്മുടെ ആഗ്രഹം. സത്യത്തിൽ അവരോട് ഇപ്പൊ പ്രസാദേട്ടനൊക്കെ ഇരിക്കല്ലേ, ഇരുമുടി താകി ഒരു മല താകി ഗുരുവിനമേ വന്തോ ഇരുവിനെ തീർക്കും
യവനെയും വെല്ലും തിരുവടിവേ കാണവന്തോ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാണിക്കമത്തെ സാമിയെ അയ്യപ്പോ അയ്യപ്പോ സാമിയെ നെയ്യഭിഷേകം സാമിക്ക് കർപ്പൂര ദീപം സാമിക്ക് അയ്യപ്പന്മാர்களுം കൂടിയിരിക്ക അയ്യനെ നെഞ്ചിൽ നൊടികളെ സാമിയെ അയ്യപ്പോ എന്ന് പറയാനും പാടാനും അവർ കാണിക്കുന്ന ഒരു ആവേശം ഉണ്ടല്ലോ. അവർക്ക് ഞാൻ ഈ പോകുന്നത് ആര് കണ്ടാലെന്താ, എന്റെ തലയിലിരിക്കുന്നത് ആര് കണ്ടാലെന്താ, ആര് കണ്ടില്ലെങ്കിൽ എന്താ, ആര് ഫോട്ടോ എടുത്താൽ എന്താ, ആര് ഫോട്ടോ എടുത്തില്ലെങ്കിൽ എന്താ, അങ്ങനെ പോവാണ്. കാല് പൊട്ടുന്നുണ്ട്, രക്തം വരുന്നുണ്ട്, തുണി വെച്ച് കെട്ടുന്നുണ്ട്, അങ്ങനെ നടക്കന്നെ. ഈ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോ തന്നെ എത്ര ക്ഷീണം ഉണ്ടാവും. പിന്നെ ചിലരങ്ങനെ പ്രാക്ടീസ് ആവും, കുറെ നടക്കുമ്പോ അതങ്ങനെ തലയിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ പോകലുണ്ട്. സത്യം പറഞ്ഞാൽ അവരോട് ബഹുമാനം തോന്നിപ്പോവാണ്. അവരെ കാണുമ്പോ വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് അവരോടൊന്ന് നോക്കി, മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പോകാം. നമ്മുടെ കേരളം അങ്ങനെയാണല്ലോ. പലരും അതിനെ വേറെ രീതിയിലേക്ക് ആക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന പ്രസാദിനെ പോലെ അല്ലെങ്കിൽ മറ്റു വേദികളിൽ ഇരിക്കുന്നവരെ പോലെയൊക്കെ നമ്മുടെ മനസ്സിനൊരു വലിയ സന്തോഷം ഉണ്ടാവും. ഈ അസുഖം എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അത് ഒരു മതത്തിന് വേണ്ടി മാത്രം വേർതിരിച്ചു കൊടുക്കുന്ന ഒന്നല്ല, എല്ലാവർക്കും. ഉസ്താദേ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ അപ്പി കേൾക്കണ്ട കേട്ടോ. അപ്പി വർഷം തുടങ്ങും എന്നാൽ പിന്നെ കേട്ടോ. അങ്ങനെ ഒരാളുണ്ട് നമുക്കിടയിൽ. ആ പുള്ളിക്കാരൻ അത് കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു രക്ഷയില്ല, ഇവിടെ മുഴുവനും നാറും. നമ്മളെല്ലാവരും സഹകരിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് സഹായിക്കുകയും പലവിധ വിഷയങ്ങൾ ഇടപെടുകയൊക്കെ ചെയ്യണം. നമ്മൾ ഏത് നന്മ ചെയ്താലും ആ സമയത്ത് ഇബ്ലീസ് ലഅനത്തുള്ളാഹി വരും. അള്ളാഹുവിനോട് പറഞ്ഞതെന്താ? കരുണക്കടലായ പടച്ചവനെ, അവരുടെ റൂഹുള്ളിടത്തോളം കാലം അർവാഹും ഫീ അജ്സാദിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ ശരീരത്തിൽ അവരുടെ റൂഹുള്ളിടത്തോളം കാലം ഞാനവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാ, ഞാനവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ആ നാശം വന്നാലും ചെറുപ്പക്കാരാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. നമ്മൾ നിസ്കാരം തുടങ്ങാൻ തീരുമാനിക്കുമ്പോ പിശാചവന്റെ ചില തന്ത്രങ്ങളുമായി നമ്മളേക്ക് വരും. രക്തത്തിളപ്പുള്ള പ്രിയപ്പെട്ട പെൺമക്കളെ, 15 വയസ്സുവരെ 14 വയസ്സുവരെ ഉമ്മാന്റെ അടുത്തിരുന്ന് സ്വലാത്ത് ചൊല്ലിയ മോള, പിന്നെ 15 വയസ്സ് കഴിഞ്ഞാ മോക്ക് സമയം കിട്ടുന്നില്ല. ഉമ്മാന്റെ കൂടെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് യാസീനോദിയിരുന്ന മോള, 15 വയസ്സ് കഴിഞ്ഞാ പിന്നെ സമയം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? കാലിടറുകയാണ്. പിന്നെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ പിന്നാലെ, മനസ്സിന്റെ മോഹവലയങ്ങളുടെ പിന്നാലെ ചിറക് വിടർത്തിയിട്ട് അങ്ങനെ പറന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ മക്കള് പിന്നെ ചെന്ന് വീഴുന്നത് അധപ്പതനത്തിന്റെ പടുംകുടിയിലാ. കള്ളു കുടിച്ചിട്ട് എസ്ഐയുടെ നെഞ്ചത്തേക്ക് കാലുവെക്കി ചവിട്ടാൻ മാത്രം ഒരു പെണ്ണിന്റെ ധൈര്യം വന്നു പോയെങ്കില് അതൊരു മാസം കൊണ്ട് കിട്ടിയ ധൈര്യമല്ല. തന്റെ ചെറുപ്പക്കാലം തുടങ്ങുന്ന സമയം മുതല് തന്റെ ശരീരം ആഗ്രഹിക്കുന്നതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു ആ ശപിക്കപ്പെട്ടവനോട് പറഞ്ഞതെന്തെന്നറിയോ? നീ എന്റെ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി ചെല്ലുമ്പോ അവരെന്നോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് കരുണക്കടലായ പടച്ചറപ്പ് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒന്നാമത്തത് പാതിരാത്രിയിലെ പ്രാർത്ഥനയാണെങ്കിൽ രണ്ടാമത്തത് അല്ലാഹുവിനോട് യജമാനായ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതുവരെ ചെയ്തു പോയ കറുപ്പ് ബാധിച്ച ജീവിതത്തിന്റെ ഇന്നലകളെ വെളുപ്പിക്കാൻ നിന്റെ ഇസ്തിഗ്ഫാറിന് സാധിക്കുമെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാ. പടച്ചോനെ, എന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഒരുപാട് ഗുണമുണ്ട് ഇസ്തിഗ്ഫാറിന്. പിശാചിന് കടന്നു വരാൻ കഴിയില്ല. കൂട്ടുകാരുടെ മോഹവലയത്തിൽ വീണുപോകാൻ സാധ്യമാവൂല. എത്ര നല്ല കാര്യങ്ങളാണല്ലേ അദ്ദേഹം പറഞ്ഞു തന്നത്. നല്ലത് ആര് പറഞ്ഞാലും നമ്മൾ
നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യണം. എന്തായാലും അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ, ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ പിന്നീട് വന്ന് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. സത്യം പറഞ്ഞ ആ പ്രാർത്ഥന സംഭവങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന് നല്ല വോയിസാണ്, നല്ല രസമുണ്ട് കേൾക്കാൻ. സംസാരം കേൾക്കാനും നല്ല രസമുണ്ട്. അദ്ദേഹം പാടിയ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്, വളരെയധികം നന്നായിട്ടുണ്ട്. എന്താണ് പറയുന്നത്, ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് മാത്രമാവണം ഇന്ത്യ. എല്ലാവരും ഒരേപോലെ വളരെ സന്തോഷമായിട്ട് എല്ലാവരും ഐക്യതയോടുകൂടി കഴിയുന്ന ആ ഒരു ഇന്ത്യയല്ലേ നല്ലത്. എന്തിനാണ് ഭിന്നിപ്പൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയും ബഹളം വെച്ചും ഒക്കെ ഉണ്ടാകുന്നത്? അതൊക്കെ എന്താണ്, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ നമ്മളെല്ലാവരും വളരെ സപ്പോർട്ടായിട്ട് സ്നേഹത്തോടു കൂടി നിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാവുന്നത്, നമ്മൾക്ക് എല്ലാവരിലും സന്തോഷം ഉണ്ടാവുന്നത്. അല്ലാതെ കുറേ പേരൊക്കെ പുറത്ത് പോട്ടെ, കുറേ പേരൊക്കെ ഇവിടെ നിൽക്കട്ടെ, അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്തായാലും വളരെയധികം സന്തോഷം തോന്നി എനിക്കിത് കണ്ടപ്പോഴത്തേക്ക്. എൻ്റെ സന്തോഷമാണ് എൻ്റെ ചാനലിലൂടെ അത് ഇഷ്ടപ്പെടുന്നവരിലേക്ക് പകർന്നു തരാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് മലമറിയാൻ തോന്നുന്നവരാരും ഇതിന് സപ്പോർട്ട് ചെയ്യാനും വരണ്ട, ഇത് കാണാനും വരണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങൾ ലൈക്ക് തരാൻ പിശുക്ക് കാട്ടരുത്. അതുപോലെ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി, നമസ്തേ.